ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ +2 മാത്സ് പബ്ലിക് എക്സാം 2024 ബന്ധപ്പെട്ട് നമ്മൾ 13 ചാപ്റ്ററിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സുകളാണ്. ഇത് ഈവൺ എല്ലാ ലെവലിലുള്ള കുട്ടികൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നല്ലോണം പഠിച്ചൊരു കുട്ടിയാണെങ്കിലും മക്കളിനെ റെയർ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവസാനം ഫിസിക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഏബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് പാസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവും. ഡബിൾ പാസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. എനിക്ക് അങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കാം, ഇൻ്റഗ്രൽസ് തീരെ നടക്കുന്നില്ല സാറേ, ഓക്കെ എങ്ങനെയെങ്കിലും ഒന്ന് 30+ അടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഇതുപോലെ +1 മാർക്ക് കുറവാണ്, അതുകൊണ്ട് +2 എങ്ങനെയാണ് ഞാൻ പറയാം. അങ്ങനെയുള്ള കുട്ടികളൊക്കെ കൂടുതൽ നമ്മൾ എന്തായാലും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് മക്കളെ. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം മാത്സും കൂടി ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഓക്കെ, അതായത് ടീച്ചേഴ്സുമായിട്ടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ചില കേസുകളൊക്കെ അവർ തന്നെ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ ഈ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എന്തുണ്ടാകും, ഓക്കെ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് കാര്യങ്ങൾ കേട്ടോ. ഇതാണ് പ്ലാൻ. നെക്സ്റ്റ് ഒരു 20+ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ എല്ലാ ചാപ്റ്ററിനും കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലൈക്ക് ഒരു മോഡൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില ചാപ്റ്റേഴ്സിൽ നിന്നും ചില കുട്ടികൾ പറഞ്ഞാൽ അത് കമൻറ്റ് ഞാൻ സ്വീകരിക്കുകയാണ്. ചില കുട്ടികൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് കോൺസെപ്റ്റുകൾ പറഞ്ഞ് അവരുടെ എക്സാമ്പിൾസും അതുപോലെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസും ആയിട്ടുള്ള സാധനങ്ങളും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അവസാനം നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം തരാം. ഇതാണ് എൻ്റെ പ്ലാൻ. ചെറിയ സമയം കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ വീഡിയോ ലാഗ് ആയിട്ടുള്ള കുറച്ച് ലേറ്റ് ആകും. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഇൻസൈറ്റൊക്കെ ഒന്ന് അനലൈസ് ചെയ്യായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ വരുന്നുണ്ട്, എവിടെ നിന്ന് വരെ റയറായിട്ട് വന്നു കഴിഞ്ഞാൽ വരാം എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് മക്കളെ. അപ്പോൾ ഞാൻ ടോപ്പിക്സ് ഇങ്ങനെ പോയിന്റ് റഫായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫുള്ളി ടൈപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചോ എന്ന് നോക്കുക. പഠിക്കാത്തവരാണെങ്കിൽ മക്കളെ, അതൊന്നും പഠിക്കാത്തവരാണ് മക്കൾ, നിങ്ങൾ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ വെച്ചിട്ട് എല്ലാ ചാപ്റ്ററിനും കവർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് അങ്ങനെ മെല്ലെ നമുക്ക് തുടങ്ങിയാലോ. അതുപോലെ തന്നെ മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, മേ ബി മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ മക്കളെ. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഷുവർലി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അനുസരിച്ചാണ്, നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. നമുക്ക് പെട്ടെന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അങ്ങനെ എടുത്തിട്ട് പോയാൽ മതി. നിങ്ങൾ പഠിച്ചാണ്. ഓക്കെ, ഞാൻ പുതുതായിട്ടൊന്നും ഇല്ല, ഇല്ല നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുറേ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല, ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കുറേ കുട്ടികൾ എല്ലാവർക്കും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചാണ് ഈസി ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടും തെറ്റിച്ച ആ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനാണ്. അത് ഇനിയുള്ള ഒരു എക്സാമിൽ ഒരു സബ്ജക്റ്റിലും ഇല്ലാതിരിക്കട്ടെ. അതിനുവേണ്ടി മാക്സിമം ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ്, കാരണം എസ്പെഷ്യലി മാത്സിനെ സംബന്ധിച്ചിടത്തൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക്, പോസിറ്റീവ് നെഗറ്റീവ് സ്ക്വയർ ക്യൂബ് എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്ന് സംഭവിച്ചിടത്തോളം മെട്രിക്സ് ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു മെട്രിക്സ് ഡിറ്റർമിനൻസ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഏകദേശം നോക്കി വെച്ചാൽ നമുക്ക് അതന്നെ വരാറുണ്ട്. ബട്ട് എങ്കിലും ചെറിയൊരു സ്റ്റെപ്സൊക്കെ എടുക്കുമ്പോൾ നീയും ക്രോസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അശ്രദ്ധകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ ഫോർമുല ആയത് അങ്ങനെ ജസ്റ്റ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നോർമലി അറിയാം, നമ്മൾ ഇക്വലൻസ് റിലേഷനാണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. അതുപോലെ മക്കളെ വെയിറ്റേജിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ കണ്ടത്. ഓക്കെ, ഞാൻ ഒഫീഷ്യലുള്ള നോർമലുള്ള വെയിറ്റേജ് ആണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാം ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. റിലേഷൻസ് ഫംഗ്ഷൻസിലും വല്ല മാറ്റമൊന്നുമില്ല, ഒരു 7 മാർക്ക് തന്നെയാണ് ആവറേജ് എപ്പോഴും വരാറുള്ളത്. ഇൻറ്റഗ്രൽസ് ഡിറ്റർമിനൻസിലൊക്കെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, ഇക്വലൻസ് റിലേഷൻ നമ്മൾ ട്രാൻസിറ്റീവ് സിമെട്രിക് ആ ഒരു കേസ് റിഫ്ലെക്സീവ് ആണെന്നൊക്കെ പറയുന്ന ആ 3 വരുന്ന കേസ്. അപ്പോൾ 3 ഓരോന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ലേറ്റർ നെക്സ്റ്റ് ആ വീഡിയോ ആണ് തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊന്ന് നോക്കുക, അതിൽ റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ. ഓക്കെ, അതും കൂടി കുറച്ച് റയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ഇതുവരെ വരാത്തതാണ്. നോർമലി ടീച്ചേഴ്സൊക്കെ ഡിലീറ്റ് സെഷനിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വലൻസ് ക്ലാസ് എത്ര കുട്ടികൾ മോഡൽ എക്സാമിന് അത് എഴുതിയിട്ടുണ്ടെന്ന് പറയട്ടോ. ദെൻ രണ്ടാമത്തെ ഭാഗം 1 ആൻഡ് 1 ഈ 2 ടോപ്പിക്സാണ് നോർമലി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, ഇത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് അറിയാം. എനിവേ ഒന്ന് പറയാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് മസ്റ്റായിട്ട് പഠിക്കുക, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഇതിൽ തന്നെ കുറച്ചും കൂടി ഇൻഡയറക്റ്റ് ആക്കി വന്നാൽ മാത്രമേ പണിയാവുള്ളൂ. അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്ക് ആക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കേട്ടോ. ദെൻ കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻ, ഇൻവെർട്ടിബിലിറ്റി ആൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ആ ഭാഗം എന്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അവസാനം എല്ലാം പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ ഭാഗം കവർ ചെയ്തു എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ 2 ടോപ്പിക്ക് ഇതുവരെ
ഒന്നും പഠിക്കാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഷുവർലി നിങ്ങൾ ആദ്യത്തെ 2 ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവണേ. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. 3 to 4 അതിലൊന്നും വേരിയേഷൻ ഒന്നുമില്ല. ഒരു 4 മാർക്ക് തന്നെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് എക്സ്പെരി അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഇല്ലേ. ഓക്കെ, നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, അതൊക്കെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂസ് അറിഞ്ഞിരിക്കുക. പിന്നെ മറ്റൊരു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാകും. ഒരു ഇക്വേഷൻ ദാറ്റ് മീൻസ് അതിൽ LHS ഉണ്ടാവും, RHS ഉണ്ടാവും. LHS എടുത്ത് തുടങ്ങിയിട്ട് നമ്മൾ RHS പ്രൂവ് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് അറിയുന്നതാണ്. അറിയാത്തവർ ജസ്റ്റ് പറയുന്ന ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള പരിപാടി, അല്ലെങ്കിൽ അതേപോലെ തന്നെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാനുള്ള പരിപാടി. ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും എന്ത് ചെയ്യാൻ ഷോർട്ടാക്കാൻ പറ്റും അത്രത്തോളം ചെയ്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്ത് വരുന്ന പരിപാടി. ഇത് തന്നെയാണ് നോർമലി വരിക. ഇതിന് കൂടുതൽ ഒരു റയർ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്തെന്ന് മാത്രം. അങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ മെട്രിസസ് ആണ്. 7 മാർക്ക് തന്നെയാണ് ആവറേജ് വരാറുള്ളത്. മെട്രിസസുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചും കൂടി ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവമാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം. സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്നുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ലേ മെട്രിക്സ് ഡിറ്റർമിനൻസ് ഒക്കെ. ദെൻ അതുപോലെ തന്നെ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വരും. ഇന്നൊരു കണ്ടീഷനൊക്കെ IJ = സംതിങ് തന്നിട്ട് നിങ്ങളുടെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ചിലപ്പോൾ 2/3 മെട്രിക്സ് ഇന്ന മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്ന പരിപാടി. അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. പിന്നെ മെട്രിക്സിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. 2 മെട്രിക്സ് എന്നിട്ട് അതിൻ്റെ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ചും കൂടി ചെയ്യാനുള്ളൊരു സംഭവമാണ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്ന A⁻T വരുന്ന ആ ഒരു ഭാഗമില്ലേ. അപ്പോൾ ഇതാണ് മെട്രിക്സിൻ്റെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ള. ഇൻവേഴ്സ് നമ്മൾ നോർമലി ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സ്ക്യൂ സിമെട്രിക് അത്തേ കാര്യങ്ങളാണ് നോർമലി എവിടെ നിന്ന് വരാറുള്ള മെട്രിക്സ് നോർമലി വരാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് ആണ് മക്കളെ നമ്മൾ ഡിറ്റർമിനൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഡിറ്റർമിനൻസിലാണ് നല്ല മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോർമലി 9 മാർക്കൊക്കെയാണ് നോർമലി 8 മുതൽ 9 ഒക്കെ വരാറുണ്ട്. പക്ഷേ മോഡൽ എക്സാമിൽ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട്, കുറച്ചൊന്ന് താഴുന്നുണ്ട് ഡിറ്റർമിനൻസ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 6 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു 6 മുതൽ 8 മാർക്കൊക്കെ ഡിറ്റർമിനൻസ് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. മാത്സിനായാലും വേരിയേഷൻസ് വരുന്നുണ്ട് വെയിറ്റേജസുകളിൽ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഒരു ലീനിയർ ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് നമ്മൾ മൈനർ കോഫാക്ടേഴ്സ് ഇൻവേഴ്സ് ഒക്കെ വരുന്ന ആ ഭാഗമില്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് ചോദിക്കാം. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം ഹൈലൈറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ സിംഗുലാർ മെട്രിക്സ് നോൺ സിംഗുലാർ മെട്രിക്സുമായി ബന്ധപ്പെട്ട് പിന്നെ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുക. ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ്. പഠിക്കാത്തവരുടെ നിർബന്ധമായിട്ട് ആ ഓർഡർ ഇട്ടോ. താഴേക്കൊന്നും ഇമ്പോർട്ടൻസ് ഇങ്ങനെ കുറയുന്ന ചില ചാപ്റ്റേഴ്സിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ 3 പോയിൻറ്റ്സ് വന്നിട്ട് ഡിറ്റർമിനൻസ് കൊലീനിയർ ആണോ നോക്കാൻ പറയുന്ന കാര്യം, ഡിറ്റർമിനൻസ് 0 ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എസ്പെഷ്യലി ഡിറ്റർമിനൻസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഇല്ലേ, ആ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് മക്കളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമുക്കൊരു ആവറേജ് 6 to 8 മാർക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങോട്ട് വേരിയേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യം. പിന്നെ പല ടൈപ്പ് ഡിഫറൻഷിയേഷൻ, പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ, ഇംപ്ലിസിറ്റിൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേഷൻ, ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ, ആ ഒരു ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട്. പിന്നെ ഒരു റെയർ ആണെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ കാര്യം. ഓക്കെ, മോഡെക്സിൻ്റെ ഒക്കെ കേസൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഗ്രാഫൊക്കെ വരുമ്പോൾ ഷാർപ്പ് അടിച്ചാണ് വലിയ എന്നുള്ള കേസ്. അപ്പോൾ ആ ഒരു കേസാണ് അവിടെ റെയർ എന്ന് പറയാനുള്ള. ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടി ആ ഒരു കേസുകൾ എന്ത് ചെയ്യണം നോക്കിയിട്ടുണ്ടാവണം. ബാക്കി ആദ്യത്തെ കേസൊക്കെ എല്ലാം ഒന്നിനൊന്നിന് മെച്ചായിട്ടുള്ള ടോപ്പിക്കാണ് ഫ്രം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഒരു 6 മുതൽ 7 മാർക്ക് വരെ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. ഈ 3 കാര്യങ്ങൾ അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസും ഡിക്രീസും ഫംഗ്ഷനും റേറ്റ് ഓഫ് ചേഞ്ച് മാക്സിമം മിനിമം അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ ആപ്സിലും. ഓക്കെ, ഇതൊക്കെ നോർമൽ എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞ ഈ ടോപ്പിക്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇന്നതൊന്നുമില്ല ഇമ്പോർട്ടൻസ് കൊടുക്കാനൊന്നുമില്ല. കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ തന്നെയാണ്. ബട്ട് അതിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ്. ദെൻ പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അതാണ് ഇൻറ്റഗ്രൽസ്. ഇൻറ്റഗ്രൽസിലാണ് വെയിറ്റേജസ് ഇപ്പോൾ കൂടുന്നുണ്ട്. നോർമലി ആവറേജ് ഉള്ളത് 6 മാർക്കിൻ്റെ എഴുത്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം വെയിറ്റേജ് മാറുന്നുണ്ട്. ഓക്കെ, 6 to 9 മാർക്സ് ഒക്കെ മോഡൽ എക്സാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ കമ്പാരിറ്റീവ് കുറച്ചൊന്ന് കളിപ്പിക്കുന്നതാണ്, കുറച്ചൊന്ന് ടൈം എടുക്കുന്നതാണ്. കുറേ ചെയ്ത് വരുന്ന ചിലപ്പോൾ പകുതിക്കൊന്ന് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഇൻറ്റഗ്രേഷൻ.
ഓക്കെ. ദെൻ അതിൽ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇതിന് പറയേണ്ട ആവശ്യമില്ല. സബ് ടോപ്പിക്സ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാൻ ആ കേസ്, പാർട്സുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ കേസ്, ഇൻ്റഗ്രേഷൻ ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ കേസ്, അതുപോലെ തന്നെ ഈ ഒരു ഫോമിലുള്ള പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിൻ്റെ ആ ഒരു ഫോമിൽ വരുന്ന ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അവരുടെ പ്രോപ്പർട്ടീസ്, അത് മസ്റ്റാണ് കേട്ടോ. കാരണം പ്രോപ്പർട്ടീസ് ഇക്വേഷൻസ് കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്കത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഓരോ കേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, പാർട്സ് ആവട്ടെ, പാർഷ്യൽ ഫ്രാക്ഷൻ ആവട്ടെ, അതിൻ്റെയൊക്കെ ജനറൽ ഇക്വേഷൻസും അതിൻ്റെ പ്രൊസീജിയറും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം മക്കളെ. അപ്പോൾ ഇൻ്റഗ്രൽസ് ഞാൻ പറഞ്ഞു വരുന്നത് അവസാന നിമിഷം ഇതുവരെ നോക്കാത്ത ഒരാളാണെങ്കിൽ ഇനി അതിന് വേണ്ടി അധികം മറക്കേണ്ട കുറച്ച് ടൈം കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ആണ് നോക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് നല്ലോണം ബൂസ്റ്റപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇൻ കേസ് ലാസ്റ്റ് പോകുന്ന സമയത്ത് ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പകുതിക്കുന്ന അത് സ്റ്റക്കായി ഉള്ള മാർക്ക് ഫുള്ള് പോകും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അതിൽ 4 മാർക്ക് തന്നെയാണ്, അതിൽ വലിയൊരു വേരിയേഷൻ ഒന്നും ഉണ്ടാവാറില്ല. ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കേർവ് എന്ന് പറയുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദ കേർവ്, വൈ ഈസ് ഈക്വൽ ടു സംതിങ് എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് വൈ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള പരിപാടി. അവിടെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമല്ലേ, കുറേ ഇൻ്റഗ്രൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ എസ്പെഷ്യലി നമ്മുടെ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇല്ലേ, അത് നമ്മൾ എക്സ് ബൈ 2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് നമ്മുടെ സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആ ഒരു ഇക്വേഷൻ അല്ലേ എപ്പോഴും നമ്മളവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാ ഇക്വേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് നോർമലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു റിസൾട്ട്, റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതെല്ലാം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഇക്വേഷനാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർക്കിൾ, പാരാബോള, എലിപ്സിൻ്റെയൊക്കെ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചൊന്ന് ചെക്ക് ചെയ്യട്ടോ. പിന്നെ വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഇതൊരു നോക്കാത്ത ഒരാൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഒരു ആവറേജ് 4 മാർക്കാണ് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ, ഡിഗ്രി കണ്ടുപിടിക്കാൻ ആ കേസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന രീതി ഞാൻ കൊടുത്തിട്ടുണ്ട്, വാല്യൂ വിളിച്ച് പറഞ്ഞ് സമയം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫറൻഷ്യൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ വന്ന കേസ്, പിന്നെ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. നെക്സ്റ്റ് വെക്റ്റർ ആൾജിബ്രയാണ്. 7 മാർക്കിന് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. വെക്റ്റർ ആൾജിബ്രയിൽ നല്ല ക്വസ്റ്റ്യൻ വരാറുണ്ട്. വെക്റ്റർ ആൾജിബ്ര 2 പോയിന്റ് വന്നിട്ട് വെക്റ്റർ ജോയിൻ ചെയ്യാൻ പറയുന്ന പരിപാടിയാണ് എപ്പോഴും കൂടുതൽ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല പിന്നെ നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ്, അതുപോലെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട പരിപാടി, അതിൽ തന്നെ പ്രൊജക്ഷനും ആംഗിളൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ ട്രയാങ്കിളിൻ്റെയും പാരലോഗ്രാം നല്ലോണം കണ്ടിട്ടുണ്ട്. പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, വെക്റ്റർ ആൾജിബ്രയിൽ നിന്നും ആ ഒരു 2 ആളുടെ ഏരിയ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ട്രയാങ്കിളിൻ്റെ പാരലോഗ്രാം മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണമെന്ന് ഒരു അഭ്യർത്ഥന. പിന്നെ അതിൽ ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ ഓഫ് കൊസൈനും ഉണ്ട്. അതത്ര ഇതിൽ അവിടെ സ്ട്രെസ് ചെയ്യണമെന്നില്ല, കാരണം അത് ഓക്കെയാണ്. ബട്ട് 3 ഡയമെൻഷണൽ ജോമെട്രിയിലാണ് നമ്മൾ കൂടുതലായിട്ട് വരിക. ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോ ഒക്കെ അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ് എന്ന് പറയുന്ന വെക്റ്റർ ഫോം, അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്, ഇതൊക്കെ 3 ഡയമെൻഷണൽ ജോമെട്രി. അതൊന്നും എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ്. അതൊന്നും എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനല്ല, നിങ്ങൾ പിന്നെ റിസ്ക് എടുത്ത് പഠിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും മക്കളെ, ഓപ്പണായിട്ട് പറയണമല്ലോ. ദെൻ നെക്സ്റ്റ് വൺ LPP ആണ്. LPPയിൽ നിന്നും 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നോർമലി വരാറുള്ളത്. ഒറ്റ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഫംഗ്ഷൻ തന്നിട്ട് മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും പറയുന്ന പരിപാടി. ഓക്കെ, ആ ഫിഗറൊക്കെ വരച്ചൊന്ന് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യുന്ന കേസില്ല. അപ്പോൾ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അശ്രദ്ധ കൊണ്ട് മാർക്കുകളിന് സങ്കടപ്പെട്ടാക്കരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ബട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ കണ്ടീഷൻസും ഇക്വേഷൻ കോൺസ്ട്രെയിൻ്റ് ഒക്കെ തരൂലേ, അപ്പോൾ കൺസ്ട്രെയിൻ്റ് ഒക്കെ തരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കണം ആ കണ്ടീഷൻസും കാര്യങ്ങളും. കാരണം അശ്രദ്ധ ഉണ്ടെങ്കിൽ നൈസായിട്ട് 6 മാർക്ക് പോയി കിട്ടും കേട്ടോ. ഇത് ലാസ്റ്റ് ആണ് നമ്മൾ പ്രോബബിലിറ്റിയാണ് 7 മാർക്ക് വരുന്ന പ്രോബബിലിറ്റി. അതിലൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റിയും വലിയ സീനൊന്നുമില്ല, ബട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ചൊന്ന് തിങ്ക് ചെയ്യേണ്ട കേസൊക്കെ വരുന്നുണ്ട്. അത് എല്ലാ ചാപ്റ്ററിലും അങ്ങനെ വരാറുണ്ട്. ബട്ട് അവസാന നിമിഷം ഇതുവരെ ഒന്നും അധികം ഫോഴ്സ് ചെയ്യാത്ത മക്കൾക്ക് സംബന്ധിച്ച് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അധികം ബുദ്ധിമുട്ടിക്കാറില്ല. മെട്രിക്സ് അതിലൊക്കെ കുറച്ചൊന്ന് അറിഞ്ഞിരുന്നാലും മെട്രിക്സ് ഡിറ്റർമിൻസിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെക്റ്റർ ആൾജിബ്രയുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്ഷൻ്റെ കേസ്, ആംഗിൾ പ്രൊജക്ഷൻ ചെയ്യുന്ന കേസില്ലേ, പ്രൊജക്ഷൻ ഓഫ് വെക്റ്ററിൻ്റെ കേസ്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ സുഖമായിട്ട് അവിടെ നിന്നൊക്കെ ഓർമ്മയിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. പിന്നെ പാരലോഗ്രാമിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ചും കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ മാക്സിമൈസ് മിനിമൈസ് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് LPPയിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് ഓവറോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടി ഒന്ന് ഇതാക്കിയാണ്. കാരണം എനിക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതും നോക്കാം. അതുപോലെ എല്ലാ ചാപ്റ്റർ ചെയ്യാൻ പറ്റുമോ അറിയില്ല. പിന്നെ അറൗണ്ട് ഒരു 20+ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് അറൗണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാൻ. നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ കുറേ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ലോണം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് സങ്കടപ്പെട്ട് ഇനി വരാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ് മക്കളെ. ഓക്കെ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് സെറ്റാക്കിയാണ്. ചിലപ്പോൾ കുറേ കുറവുകളൊക്കെ ഉണ്ടായേക്കാം. സോ നിങ്ങളെന്തായാലും സജഷൻസ് അറിയിക്ക്. ഇങ്ങനെ തന്നെ മതിയില്ലേ എന്നുള്ള കാര്യം അറിയിക്കുക. ചെറിയ സമയമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത്. എന്തായാലും ചെറിയ സമയം കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യുന്നതിന് നമുക്ക് ഒരു തടസ്സമില്ല. മിഷൻ 55+ ഔട്ട് ഓഫ് 60 നമുക്ക് അടിക്കാൻ പറ്റണം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.